ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വാട്സപ്പിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കേണ്ട 4 സെറ്റിംഗ്സിനെ കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക വാട്സപ്പിൽ ഇത് 4 ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ 4 ഓപ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഓപ്ഷൻസ് എന്ന് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം അത്രയും നമുക്ക് വിലപ്പെട്ട 4 ഓപ്ഷൻസ് ആണ്. അത് 3, 4 ഏറ്റവും ലാസ്റ്റ് പറയുന്ന മൂന്നാമത്തെ 4ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ ഓൺ ആണോ നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി മറന്നു പോകരുത്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. വാട്സപ്പിൽ നിർബന്ധമായിട്ടും നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ട 4 പ്രധാനപ്പെട്ട സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഡെയിലി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് വന്നിട്ടെന്ന് നോക്കുക. അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിയ ശേഷം ഇവിടെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. കാരണം അധിക ദിവസങ്ങളിലും അല്ലെങ്കിൽ 1-2 ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവരും ഇപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം നോക്കി നോക്കുക. സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം 3, 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇവിടെ കാണാം സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണില് ഓൺ ആണോ എന്നുള്ളത് നോക്കുക. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഓൺ ചെയ്ത് വെക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുന്ന സമയത്ത്, നിങ്ങളെ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതുവഴിയാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് തരാം. ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരും, അതായത് ഇങ്ങനെ ഒരാൾ ശ്രമിക്കുന്നുണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 അക്ക നമ്പറാണ് നമ്മൾ ഒരു 6 അക്ക നമ്പർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കണം. മാത്രമല്ല അഥവാ ആ നമ്പർ നമ്മൾ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 6 അക്ക നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് മറന്നു പോയി കഴിഞ്ഞാൽ അഥവാ തിരിച്ച് നമുക്ക് ഓർമ്മയില്ല തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട മുകളിലുള്ള ഇമെയിൽ അഡ്രസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിനു ശേഷം താഴെ വെരിഫൈ ജിമെയിൽ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ട് അത് വെരിഫൈ കൂടി ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ അഥവാ ഇത് മറന്നുപോയാൽ തിരിച്ചു കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള 2 കാര്യങ്ങൾ അതിലും ഇമ്പോർട്ടന്റ് ആണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിംഗ്സിൽ ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, നമുക്കിവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ ചാറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ് ബാക്ക് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ചാറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടാൻ വല്ല വഴിയുണ്ടെന്ന്. അപ്പൊ എല്ലാവരും ഇതും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ബാക്കപ്പ് ഇവിടെ കണ്ടോ, ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, മേലെ ബാക്കപ്പ് കൊടുക്കുക. ബാക്കപ്പ് നമുക്ക് വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം, അല്ലെങ്കിൽ വീക്കിലി ആഴ്ചയിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ നിർബന്ധമായിട്ടും അത് ഓൺ ചെയ്യാൻ മറന്നു പോകരുത്. ബാക്കപ്പ് ഒന്ന് കൊടുത്തു വെക്കാൻ നിർബന്ധമായിട്ടും മറന്നു പോകരുത്. ഇതാണ് മൂന്നാമത്തത്. അവസാനത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിംഗ്സിൽ തന്നെ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡോട്ട്സിലാണ് സെറ്റിംഗ്സ് അറിയാലോ അല്ലെ. സെറ്റിംഗ്സിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈവസിയിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ പ്രൈവസിയിൽ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കോൾസിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈലൻസ് അൺനോൺ കോളേഴ്സ് അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. നിർബന്ധമായിട്ടും ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക.